നമസ്കാരം. ക്വാണ്ടം ലോകത്തെ വിസ്മയങ്ങളിലേക്കും അതിൻ്റെ അദൃശ്യമായ പ്രതിഫലനങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വാലറ്റിലെ കറൻസി നോട്ടുകളാണോ നിങ്ങളുടെ സമ്പത്ത് എന്ന് നിങ്ങൾ കരുതുന്നത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്വാണ്ടം ഫിസിക്സ് പ്രകാരം ഈ പ്രപഞ്ചത്തിലെ സകലതും, നിങ്ങളുടെ കയ്യിലെ പണം ഉൾപ്പെടെ, എല്ലാം ഊർജമാണ്, എനർജിയാണ്. നമ്മുടെ കാലഘട്ടം മാറി. ഇന്ന് പണമെന്നത് വെറും കടലാസ് നോട്ടുകളല്ല. അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ അക്കങ്ങളോ ഫോണിലെ ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷനോ ഒക്കെയാണ്. സത്യത്തിൽ ഡിജിറ്റൽ പണം ക്വാണ്ടം മണിക്ക് ഒരു മികച്ച ഉദാഹരണമാണ്. കാരണം നിങ്ങളത് നേരിട്ട് കാണുന്നില്ല, തൊടുന്നില്ല. അതൊരു ഇലക്ട്രോണിക് ഫ്രീക്വൻസി മാത്രമാണ്. നിങ്ങളുടെ വാലറ്റിൽ നോട്ടുകൾ കുറവാണെങ്കിലും, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ അക്കങ്ങൾ കുറവാണെങ്കിലും, ഓർക്കുക, പണം ഒരു കണക്കാണ്. പക്ഷെ സമ്പത്ത് എന്നത് ഒരു ഊർജമാണ്. നിങ്ങളൊരു ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യുമ്പോഴോ ബാങ്ക് ബാലൻസ് നോക്കുമ്പോഴോ ഉണ്ടാകുന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ഭയം, സ്ട്രെസ് ഓർ ഫിയർ, നിങ്ങളുടെ ഉള്ളിലെ സമൃദ്ധിയുടെ ഫ്രീക്വൻസിയെ തടയുന്നു എന്നതാണ് സത്യം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡിജിറ്റൽ ലോകത്ത് പണം പ്രകാശവേഗതയിൽ സഞ്ചരിക്കുന്നത് പോലെ നിങ്ങളുടെ ശരിയായ ചിന്താഗതിയിലൂടെ സമൃദ്ധിയെ നിങ്ങളിലേക്ക് പ്രകാശവേഗതയിൽ എത്തിക്കാൻ ക്വാണ്ടം നിയമങ്ങൾക്ക് എങ്ങനെ കഴിയും, നിങ്ങളുടെ വാലറ്റിനെ അനന്തമായ സ്രോതസ്സുമായി എങ്ങനെ ബന്ധിപ്പിക്കാം എന്നൊക്കെയാണ്. നമ്മുടെ ജീവിതം ഒരു റേഡിയോ സെറ്റ് പോലെയാണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ, ഒരു പ്രത്യേക പാട്ട് കേൾക്കണമെങ്കിൽ റേഡിയോ സ്റ്റേഷന്റെ ഫ്രീക്വൻസിയിലേക്ക് കൃത്യമായി ട്യൂൺ ചെയ്യണം. റെഡ് എഫ് എം കേൾക്കണമെങ്കിൽ ക്ലബ് എഫ് എമ്മിന്റെ ഫ്രീക്വൻസിയിൽ ഇരുന്നിട്ട് കാര്യമില്ല. സമ്പത്തിന്റെ കാര്യത്തിലും ഇതേ നിയമമാണ് പ്രവർത്തിക്കുന്നത്. ക്വാണ്ടം ഫിസിക്സ് പ്രകാരം ഓരോ ചിന്തയ്ക്കും ഓരോ വികാരത്തിനും ഓരോ ഫ്രീക്വൻസി ഉണ്ട്. നിങ്ങൾ എപ്പോഴും എൻ്റെ കയ്യിൽ പണമില്ല, എനിക്ക് കടബാധ്യതകളാണ്, എനിക്ക് ഇവിടെ വിലക്കയറ്റമാണ്, ഇങ്ങനെയൊക്കെ ഓരോ പരാതിപ്പെടുമ്പോൾ നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് ഇല്ലായ്മയുടെ, അഭാവത്തിന്റെ ഒരു സ്റ്റേഷനിലാണ്. ഈ സ്റ്റേഷനിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്കൊരിക്കലും സമൃദ്ധി അല്ലെങ്കിൽ അബണ്ടൻസ് എന്ന പാട്ട് കേൾക്കാൻ കഴിയില്ല. അപ്പം ക്വാണ്ടം ഫീൽഡിൽ എല്ലാ സാധ്യതകളും ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. അവിടെ നിങ്ങളൊരു കോടീശ്വരനായ അതിൻ്റെ വേർഷനും നിലവിലുണ്ട്. ആ പതിപ്പിലേക്ക്, ആ വേർഷനിലേക്ക് എത്താൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വൈകാരിക ഫ്രീക്വൻസി മാറ്റുക എന്നതാണ്. ഡോക്ടർ ജോ ഡിസ്പെൻസ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ വികാരങ്ങളാണ് നിങ്ങളുടെ കാന്തിക ശക്തി. മാഗ്നറ്റിക് പവർ എന്നത് അതാണ്. പണം വന്നാൽ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണോ, എന്ത് സമാധാനമാണോ ലഭിക്കുന്നത്, ആ വികാരം പണം വരുന്നതിന് മുൻപേ ബോധപൂർവം ഉൽപ്പാദിപ്പിക്കുക. അതൊരു തോന്നലോ ഒരു ചിന്ത മാത്രമല്ല, അത് വികാരങ്ങളിൽ ഉൾച്ചേരണം. നിങ്ങൾ സമൃദ്ധിയിലാണെന്ന് നിങ്ങളുടെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസി പ്രപഞ്ചത്തിലെ പണത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ തുടങ്ങും. നിങ്ങൾ പണത്തിന് പുറകെ ഓടുകയല്ല, പണം നിങ്ങളുടെ ഫ്രീക്വൻസി തേടി വരികയാണ് ചെയ്യുന്നതും ചെയ്യേണ്ടതും. നമുക്കറിയാം, ഒരു കാന്തം, മാഗ്നറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. കാന്തം ഇരുമ്പിന് പുറകെ ഓടാറില്ല, പകരം അതൊരു പ്രത്യേക കാന്തിക വലയം സൃഷ്ടിക്കുന്നു, മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കുകയാണ്. ആ വലയത്തിനടുത്തേക്ക് എത്തുന്ന ഇരുമ്പ് കഷ്ണങ്ങൾ കാന്തത്തിലേക്ക് താനെ ആകർഷിക്കപ്പെടുകയാണ്. ഈ കാന്തം വലിയ ശക്തി പ്രാപിച്ചാൽ, വലിയ ശക്തിയിലാണെങ്കിൽ ഈ കാന്തത്തിലേക്ക് അകലെയുള്ള ഇരുമ്പ് കഷ്ണങ്ങൾ പോലും ആകർഷിക്കപ്പെടും. നിങ്ങളുടെ മനസ്സും ഇങ്ങനെ തന്നെയാണ്, ഇതുപോലൊരു കാന്തമാണ്. ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് നിങ്ങളുടെ ചിന്തകൾ ഇലക്ട്രിക് സിഗ്നലുകളും നിങ്ങളുടെ വികാരങ്ങൾ മാഗ്നറ്റിക് സിഗ്നലുകളുമാണ്. ഇവ രണ്ടും ചേരുമ്പോൾ നിങ്ങളൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം നന്ദിയും സമൃദ്ധിയും കൊണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അബണ്ടൻസ് അതുകൊണ്ട് നിറയുമ്പോൾ നിങ്ങളുടെ കാന്തിക ശക്തി വർദ്ധിക്കുകയാണ്. അപ്പോൾ പണവും അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങും. നിങ്ങൾ കഷ്ടപ്പെട്ട് ഒന്നിനെയും പിടിക്കാൻ നോക്കേണ്ടതില്ല. നിങ്ങളുടെ ഫ്രീക്വൻസി ശരിയായാൽ അത് നിങ്ങളെ തേടി വരും. ഇതാണ് കാന്തത്തിന്റെ നിയമം. ഇതാണ് ക്വാണ്ടം വാലറ്റിന്റെ രഹസ്യവും. അതുപോലെ തന്നെ ബൈബിളിലേക്കൊന്ന് നമുക്ക് കണ്ണോടിക്കാം. ബൈബിൾ ഈ സത്യത്തെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 6:26
ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ പോറ്റുന്നു. ഇത് വെറും ഒരു വചനമല്ല, പ്രപഞ്ചത്തിന്റെ ഇൻഫിനിറ്റ് സപ്ലൈ നിയമമാണ്. വിതയ്ക്കാത്ത പക്ഷികൾക്ക് പോലും ആഹാരമുണ്ടെങ്കിൽ ബോധമുള്ള മനുഷ്യന് സമൃദ്ധി നൽകാൻ ഈ പ്രപഞ്ചം സദാ സജ്ജമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4:19 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്നാണ്. ഇവിടെ മഹത്വത്തിന്റെ സമ്പന്നത എന്നാൽ പ്രപഞ്ചത്തിന്റെ അളവറ്റ ഐശ്വര്യത്തിനനുസൃതമായി എന്നാണ് അർത്ഥം. നിങ്ങളുടെ ആവശ്യങ്ങളല്ല, പ്രപഞ്ചത്തിന്റെ സമൃദ്ധിയാണ് നിങ്ങളുടെ അവകാശം. ഇന്നു മുതൽ നിങ്ങളുടെ പണത്തോടുള്ള സമീപനം മാറ്റാം. ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ബ്ലസ് യുവർ പേയ്മെന്റ്സ്. ഇന്നു മുതൽ നിങ്ങളൊരു ബില്ലടയ്ക്കുമ്പോഴോ പണം ആക്കുമ്പോഴോ വിഷമിക്കരുത്. എൻ്റെ കയ്യിൽ നിന്ന് പണം പോകുന്നല്ലോ എന്ന് ചിന്തിക്കാതെ പകരം ഈ പണം ലോകത്തിന് നന്മ ചെയ്യുന്നു, ഇത് 10 ഇരട്ടിയായി എന്നിലേക്ക് മടങ്ങി വരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അത് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഡിജിറ്റൽ ബ്ലെസ്സിങ്. ഇന്നു മുതൽ നിങ്ങൾ ഗൂഗിൾ പേയോ ചെയ്യുമ്പോഴോ ബാങ്ക് ആപ്പ് തുറക്കുമ്പോഴൊക്കെ ഒരു നിമിഷം നിങ്ങളവിടെ നിന്ന് ചിന്തിച്ച് ആ അക്കങ്ങൾ വെറും നോട്ടുകളല്ല, പ്രപഞ്ചത്തിന്റെ അനന്തമായ ഊർജമാണെന്ന് സങ്കല്പിക്കുക. പണം എന്നിലേക്ക് ഒഴുകുന്നു എന്ന ബോധ്യത്തോടെ ഓരോ ഡിജിറ്റൽ ഇടപാടും നടത്തുക. മൂന്നാമത്തെ കാര്യം വാലറ്റ് വിഷ്വലൈസേഷൻ ആണ്. ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ വാലറ്റ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പ്രപഞ്ചത്തിന്റെ പ്രകാശത്താൽ നിറയുന്നതായി സങ്കല്പിക്കുക. അതിൽ നിന്ന് പണം നിങ്ങളിലേക്ക് ഒഴുകുന്നതായും തിരികെ നിറയുന്നതായും കാണുക. ഇതിലൂടെ നിങ്ങൾ ദാരിദ്ര്യത്തിന്റെ ഫ്രീക്വൻസി മുറിച്ചു മാറ്റി അനന്തമായ സമൃദ്ധിയിലേക്ക് ട്യൂൺ ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ ഇന്നു മുതൽ ഒരു അഭാവത്തിന്റെ വ്യക്തിയല്ല, ഇല്ലായ്മയുടെ വ്യക്തിയല്ല, മറിച്ച് സമൃദ്ധിയുടെ ഉടമയാണ്. ഈ വിശ്വാസം ഉറപ്പിക്കാൻ കമന്റ് ബോക്സിൽ ഐ ആം ട്യൂൺഡ് ഇൻ ടു ഇൻഫിനിറ്റ് സപ്ലൈ എന്ന് രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ സമൃദ്ധിയുടെ ഊർജം കൈമാറുകയാണ് ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് വളരാം. I am your guide and you are the verse of the universe.